കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. HR ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത്, ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കോസസ് ഓഫ് പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, എന്താണ് ഒരു പുവറായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻ ആവാനുള്ള കാരണങ്ങൾ. നമ്മൾ പറഞ്ഞ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പാണ്. ആര് തമ്മിൽ? മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിന് പൂറായിട്ട്, അതായത് ഇത് വളരെ മോശമാവാനായിട്ട്, കമ്പനിയും മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് മോശമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാരണം ഡിസ്പ്യൂട്ടാണ്. അത് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കം. എന്താണ്? നമുക്കൊരു കഥ പോലെ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും ഒരു എക്സ്ട്രാ ആയിട്ട് കുറച്ച് വർക്ക് ചെയ്യണം, എന്നിട്ട് കുറേ കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട് മാത്രമാണ് ആ എക്സ്ട്രാ കാശ് അവരെ കയ്യിൽ വെക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? നിങ്ങൾ ചീറ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു കമ്പനി കൂടുതൽ പ്രോഫിറ്റ് അഥവാ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പക്ഷേ എന്ത് ചെയ്യുക? എംപ്ലോയീസിന്, അതായത് വർക്കേഴ്സിന്, തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണില്ല? അതിൻ്റെ ഷെയർ ഒന്നും ഫെയർ ആയിട്ട് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ അവിടെ തല്ലൂട്ടുണ്ടാവില്ലേ? അവിടെ ഒരു ഫൈറ്റ് വരൂലേ? അതാണ് ഡിസ്പ്യൂട്ട് ഓൺ ഷെയറിങ് ദ ഗെയിൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് കമ്പനിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ, അവിടെ ലാഭങ്ങൾ കൊയ്യുമ്പോൾ ആ കമ്പനിയിൽ, പക്ഷേ ഇവർക്ക് എംപ്ലോയീസിന് ഒന്നുമില്ല, അവർക്ക് ഒന്നും കൊടുക്കണില്ല. അപ്പോൾ എന്താവും? അവരുടെ തർക്കം വരും. അതിനാണ് പറയുക ഡിസ്പ്യൂട്ട്. അപ്പോൾ ഒന്നാമത്തെ കാരണം മനസ്സിലായില്ലേ? കോസ് ഓഫ് പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തതാണ് മെൻ്റൽ ഇനേർഷ്യ ഓൺ ദി പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ലേബർ. എന്താണ്? അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഒരു കമ്പനിയിൽ പണിക്കാർ ചെന്നിട്ട് മാനേജ്മെൻറ്റിനോട് പറയണം, നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്നും മാറ്റുക, പക്ഷെ അവർ കേൾക്കണില്ല. അതുപോലെ തന്നെ മാനേജേഴ്സ് ഇത് കേൾക്കാണ്ടാവുമ്പോൾ പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റൂൾസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ ഇങ്ങനെ എംപ്ലോയീസൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഇതിലൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല, ഞങ്ങളൊന്നും ചെയ്യില്ല, മീൻസ് ഒരു മാറ്റവും വേണ്ട, അങ്ങനെ ഒരു സ്റ്റബ്ബേണായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ആറ്റിറ്റ്യൂഡ് വരൂലേ? അപ്പോൾ എന്ത് സംഭവിക്കും? പ്രോബ്ലംസ് വരും. അവിടെ ഒന്നും സൊല്യൂഷൻ ഉണ്ടാവില്ല. അതേപോലെ അതുകൊണ്ടാണ് അവിടെ മെൻ്റൽ ഇനേർഷ്യ വരുന്നത്. ആര് തമ്മിൽ? മാനേജ്മെൻറ്റും ലേബറും അഥവാ എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു മെൻ്റൽ ഇനേർഷ്യ അപ്പോൾ അവിടെ സംഭവിക്കും. അത് സംഭവിച്ചാൽ ഓൾറെഡി എന്താവും? ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് പൂവറാവും. അപ്പോൾ സെക്കൻഡ് മനസ്സിലായില്ലേ? ഇനി തേർഡ് വൺ. എന്താണ് തേർഡ് വൺ? ഇൻഎഡ്യൂക്കേറ്റ് ഫിക്സേഷൻ ഓഫ് വേജ് ഓർ വേജ് സ്ട്രക്ചർ. അതായത് അൺഫെയർ ആയിട്ടുള്ള ലോ പേയ്മെൻറ്റ് കൊടുക്കുക. അതായത് ഈ എംപ്ലോയീസിന്, ഈ വർക്കേഴ്സിന് അവർക്ക് തോന്നുകയാണ് അവർക്ക് പേയ്മെൻറ്റ് അത്ര കിട്ടണില്ല, ലോ പേയ്മെൻ്റ് ആണ് അവർക്ക് കിട്ടണത്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് സിസ്റ്റം എന്താണ്? വളരെ അൺഫെയർ ആണ്, അല്ലെങ്കിൽ ഒരു മെസ്സാണ്. അപ്പോൾ അവരെന്താവും? അൺഹാപ്പി ആവില്ലേ? അപ്പോൾ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് സംഭവിക്കുന്നത്. അതായത് വേജും വേജ് സ്ട്രക്ചറൊന്നും ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. അഥവാ ഇങ്ങനെയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം, അൺഫെയർ പേയ്മെൻറ്റ് സിസ്റ്റം. അതും സിമ്പിളായിട്ട് എഴുതിയാലും മതി. അപ്പോൾ തേർഡ് വൺ മനസ്സിലായില്ലേ? ഇനി ഫോർത്ത് വൺ, അൺഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻസ്. അത് വളരെ സിമ്പിൾ അല്ലേ? ബാഡ് വർക്ക് എൻവയൺമെൻ്റ് എന്നും എഴുതാം നിങ്ങൾക്ക്. അതായത് ഒരു അൺസേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് കൊടുക്കുക. ആൾക്കാർ വർക്കേഴ്സിന് എന്താ വേണ്ടത്? ഒരു ക്ലീൻ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് അല്ലേ വേണ്ടത്? പക്ഷെ കമ്പനി ഇതൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല. ദേ ഡോണ്ട് കെയർ അബൌട്ട് ദി എംപ്ലോയീസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള അൺഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ ആവില്ലേ? അപ്പോൾ വീണ്ടും അവിടെ എന്താവും? അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശമാവും. അഞ്ചാമത്തത് ഇൻഡിസിപ്ലിൻ അഥവാ ലാക്ക് ഓഫ് ഓർഡർ. അതായത് റൂൾസ് ക്ലിയർ അല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാനേജേഴ്സ് വളരെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണില്ല. ഒരാളോട് പ്രത്യേക ഒരു ഇഷ്ടം, ഒരാളോട് എന്താ പറയുക കുറച്ച് മോശം, അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കാന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു ബോസ് എന്ത് ചെയ്യുക? ഒരാൾ പണിഷ് ചെയ്യുക, മറ്റുള്ളവരൊക്കെ വെറുതെ വിടുക. അത്തരത്തിലുള്ള അങ്ങനൊരു പ്രത്യേക തരം സ്വഭാവങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇൻഡിസിപ്ലിൻ വരും. അതാണ് അഞ്ചാമത്തത്. അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓർഡർ എന്നും എഴുതാം. ആറാമത്തത് ലാക്ക് ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കിൽ ഓൺ ദി പാർട്ട് ഓഫ് സൂപ്പർവൈസേഴ്സ് ആൻഡ് മാനേജേഴ്സ്. എന്താണ്?
ബോസസ് ഹു ആർ ബാഡ് വിത്ത് പീപ്പിൾ എന്നും പറയും. അതായത് ചില മാനേജേഴ്സ് അവർക്ക് ശരിക്കും സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്കൊന്ന് മനുഷ്യന്മാരങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അവർ ചിലർ ഭയങ്കര റൂഡായിരിക്കും, ഭയങ്കര ഷൗട്ട് ചെയ്യണവരായിരിക്കും, ഭയങ്കര അൺഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോച്ചബിൾ, അവരൊന്നും സമീപിക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഒരു സൂപ്പർവൈസർ എന്നുള്ള ആൾ നമുക്ക് ഒരു പറ്റാത്ത ആളാണെങ്കിൽ, അയാളൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരാളാണ്, നമുക്കൊന്ന് ഒരു നല്ലൊരു മനുഷ്യനല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടുത്തെ ജോബ് സ്ട്രെസ്ഫുള്ളാവും, നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരിക്കും, സ്ട്രെസ്സായിട്ട് തോന്നും. അപ്പോഴും എന്ത് സംഭവിക്കും, ഈ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും മോശമാവും. അതാണ് 6th വൺ. ഇനി എന്താണ് 7th വൺ? അൺഡ്യൂലി ഹെവി വർക്ക് ലോഡ്സ്, അഥവാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടു മച്ച് ഓഫ് വർക്ക്. എന്താണ്, എംപ്ലോയീസിന് കൂടുതൽ വർക്ക്, ഇമ്പോസിബിൾ എമൗണ്ട് ആയിട്ടുള്ള ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്താവും, അവർ സ്ട്രെസ്ഡ് ഔട്ട് ആവും, ബേൺ ഔട്ട് ആവും, അവർക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇത് പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയി എന്താവും, വളരെ അൺഹാപ്പി ആയിപ്പോവും. അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ്. ഹെവി വർക്ക് ലോഡ് കൊടുത്താലും എന്ത് സംഭവിക്കും, റിലേഷൻഷിപ്പ് മോശമാവും. ഇനി 8th വൺ. 8th വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഅഡ്വക്കേറ്റ് വെൽഫെയർ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതാം നോ എംപ്ലോയി ബെനിഫിറ്റ്സ്. എന്താണ്, അതായത് എംപ്ലോയിക്ക് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ബാത്റൂം ഇല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റിയൊരു റൂമില്ല. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു ബേസിക് ഫെസിലിറ്റീസ് ഒന്നും കമ്പനി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എംപ്ലോയീസ് അവരെ ഇത്തരത്തിലുള്ള ഒരു വെൽബീയിങ്ങിൻ്റെ ഉള്ളൊരു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രയോറിറ്റി കൊടുക്കണില്ല എന്നുണ്ടെങ്കിലും അവിടെ റിലേഷൻഷിപ്പ് മോശമാവും. ഇനി 9th വൺ എന്ന് വെച്ചാൽ ഇൻ്റർ യൂണിയൻ റിവാൽറീസ്. എന്താണ്, അതായത് യൂണിയനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക, യൂണിയൻസ് ഫൈറ്റിംഗ് ഈച്ച് അതർ. ഇനി 9th വൺ ആണ് ഇൻ്റർ യൂണിയൻ റിവാൽറീസ്. എന്താണ്, യൂണിയൻസ് ഫൈറ്റിംഗ് ഈച്ച് അതർ എന്ന് സിമ്പിളായിട്ടും എഴുതാം. എന്താണ്, അവിടെ ഉള്ള ലേബർ യൂണിയൻ തന്നെ, സെയിം കമ്പനിയിലത്തെ ലേബർ യൂണിയൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാമെന്ന് വിചാരിക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുക, ബാറ്റിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഭവിക്കുക, യൂണിയൻ്റെ പവർ തന്നെ എന്ത് ചെയ്യും, കുറവാവും അല്ലേ. അപ്പോൾ അവിടെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറേ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ വീണ്ടും പുവറായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് വരും. ഇതൊക്കെയാണ് കോസസ് ഓഫ് പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇതൊക്കെ 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിളാക്കിയിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു പേജ് മുഴുവനാക്കിയിട്ട് കവർ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പം ഇനി നെക്സ്റ്റ് പാർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അറിയാത്ത കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും മാർക്ക് മേടിക്കട്ടെ. അതേപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്